Hey guys, എല്ലാവർക്കും എൻ്റെ ഡേ 10 ഓഫ് 30 days എക്സ്പെൻസ് ചലഞ്ച് UK വ്ളോഗിലോട്ട് എല്ലാവരും സ്വാഗതം. ഞാനിപ്പോൾ രാവിലെ നേരത്തെ എനിക്ക് നല്ല വിശപ്പ്. ഇവിടെ വീട്ടിലാണെന്നൊന്നുമില്ല കേട്ടോ. ഇന്നലെ രാത്രി ഞങ്ങൾ മെക്ടിയിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ബ്രെഡ് വാങ്ങിക്കാൻ ഇറങ്ങാമെന്ന് നിൽക്കുക കേട്ടോ. എനിക്ക് പിന്നെ പ്രൊജക്റ്റും ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള ചെറിയൊരു കടയുണ്ട്. ആ കടയിൽ പോയിട്ട് ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിക്കാൻ തോന്നി കേട്ടോ. നല്ല വെയിൽ, 8 മണിയായാലും അപ്പോഴേക്ക് സൂര്യൻ ഇവിടെ എത്തി. ഞങ്ങളുടെ വേസ്റ്റ് എടുത്തില്ല കേട്ടോ, ഇവിടെ തന്നെ കിടക്കാം. കൈക്കൊക്കെയാണ് നല്ല ഭംഗിയാട്ടോ ഈ ഒരു സമയത്ത്. അവിടെ ഒരു മിനി കൂപ്പറുണ്ട്, നല്ല ഭംഗിയില്ലേ, പഴയൊരു മിനി കൂപ്പറാണ്. ഓക്കെ, ഇവിടെ ഒരു ഓഫ് ലൈസൻസ് ഉണ്ട്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഇടയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കുക കേട്ടോ. അതിൻ്റെ പേര് രാജ ഫുഡ് ആൻഡ് വൈൻ. അതൊരു ശ്രീലങ്കക്കാരനാണ് കേട്ടോ. ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്, എത്രയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അവിടെ നിന്ന് എഴുതി വെച്ചിട്ടില്ല, നമുക്ക് നോക്കാം എത്രയാണ്. ബൈ ഹൗ മച്ച്? വീട്ടിലെത്തിയിട്ടാ ബ്രെഡ് വാങ്ങിച്ചിട്ട്. ഞാനപ്പോൾ ബ്രഷ് ചെയ്തിട്ടില്ല, ഇനി ബ്രഷ് ചെയ്തിട്ടൊന്ന് ഫുഡ് കഴിക്കണം. ഫുഡെല്ലാം ബ്രെഡായി, ബ്രെഡൊന്ന് കഴിക്കട്ടോ. ഞാൻ പല്ലേച്ചൊക്കെ ഇറങ്ങിയിട്ടാ. പല്ലേച്ച് കഴിഞ്ഞു, എന്നിട്ട് ചായ കുടിച്ച് അപ്പോൾ ഞാൻ ബ്രെഡിൽ ന്യൂട്രല തയ്ക്കാൻ പോയപ്പോഴേ എൻ്റെ ഫ്രണ്ട് ഓൾറെഡി ഇന്നലെ ആൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ക്രൂസം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മീൻസ് അതിൽ ഓൾറെഡി ന്യൂട്രല ഫില്ല് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. മണ്ടി എനിക്ക് തന്നില്ലെന്നല്ല, അവൾക്ക് ഓർമ്മയില്ലായിരുന്നു. എന്നിട്ട് ഇപ്പോൾ രാവിലെ പുറത്തെടുത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇത് നല്ല സാധനം, നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. പ്രശ്നമാണ് അതിൽ ന്യൂട്രല നന്നായിട്ട് ഉള്ളിലൊക്കെ ഫില്ല് ചെയ്തിരിക്കുക കേട്ടോ. അപ്പം എന്തെങ്കിലും കഴിക്കട്ടോ. ഞാനിപ്പോൾ രാവിലെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല, അസൈൻമെൻറ്റ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. പിന്നെ സമയം കേട്ടോ ഷിഫ്റ്റിന്, ഇന്ന് എനിക്ക് ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ പുറത്തിറങ്ങി കേട്ടോ. നല്ല വെയിലാണെങ്കിലും ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കാണിച്ചു, ഇതുണ്ടോ മോനെ ലംബോഗിനി. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇതിലേ വരും കേട്ടോ. ഇതിലേ വരുമ്പോൾ ആ വണ്ടി കാണുമ്പോൾ ഒരു സമാധാനമല്ല, ഒരു രസം. അത് വണ്ടിപ്രാന്തന്മാർക്ക് പറഞ്ഞല്ല അറിയുള്ളൂ. അവനൊരു ഫീൽ ഇങ്ങനെ, എൻ്റെ പൊന്നു മോനെ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. അത് കാണുമ്പോൾ ഞാനപ്പോൾ അത് കഴിഞ്ഞു. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫുഡ് അടിച്ച് നേരെ ഷിഫ്റ്റിലോട്ട് പോകട്ടോ. അതെനിക്ക് വേറെ ഒന്നും എക്സ്പെൻസ് ആയില്ല. രാവിലെ ഒരു ബ്രെഡ് വാങ്ങിച്ചു, 1.50. എനിക്ക് ഞാൻ ഓയിസ്റ്റർ കാർഡിൽ എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതെടുത്തിട്ട് മീൻസ് സ്റ്റേഷനിലെത്തിയിട്ട് വേണം ഞാൻ നോക്കാം. സ്റ്റേഷനിലെത്തിയിട്ട് വേണം എത്ര ഉണ്ടെന്ന് പറഞ്ഞ് നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതെല്ലാം നോക്കാം. ഇന്നാണെങ്കിൽ നല്ല വെയിലാണ്. അപ്പോൾ ഗുരുദ്വാരയിൽ നിന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി കേട്ടോ. ഇനി നേരെ സ്റ്റേഷനിലോട്ട് പോകാം. അപ്പോൾ തന്നെ 4 മണി, എനിക്ക് 5 മണിക്ക് ഷിഫ്റ്റ്. അപ്പോൾ ഞാൻ സ്റ്റേഷനിലെത്തിയിട്ട് കാണാം കേട്ടോ. സ്റ്റേഷനിൽ 3 വണ്ടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റീചാർജ് ചെയ്യില്ലെന്ന് വിചാരിച്ചു. എനിക്കിപ്പോൾ ട്രെയിനും വരും. എനിക്കിപ്പോൾ ഇവിടുന്ന് സ്ട്രാറ്റ്ഫോർഡ് പോകണം. ഞാൻ സ്ട്രാറ്റ്ഫോർഡിൽ നിന്ന് നടക്കുക ചെയ്യാം കേട്ടോ.
ഞാനിപ്പോൾ സ്ട്രാറ്റ്ഫോർഡ് എത്തിയത്. അപ്പോൾ കഴിഞ്ഞ ഞാൻ ടാപ്പ് ഔട്ട് ആയിട്ടെ ഇവിടെ നിന്ന് എനിക്കൊരു ഒരു 15 മിനിറ്റ് ഇടാം. 15 മിനിറ്റ് അത്ര നടക്കണം കേട്ടോ. ടാപ്പ് ഔട്ട് ചെയ്തു. ഞാനിപ്പോൾ ടാപ്പ് ഔട്ട് ചെയ്ത് സ്റ്റേഷന് പുറത്തിറങ്ങി കുറച്ചിങ്ങോട്ട് നടന്നു കേട്ടോ. മോളിൻ്റെ അടുത്താണ്. മോളിൻ്റെ ഉള്ളിൽ കൂടെ ഇവിടെ എത്തി. ഇത് ഏതാ സ്ഥലം എന്നറിയോ? ഈ ഫുട്ബോൾ പ്രാന്തന്മാർക്കൊക്കെ ഇല്ല ഇഷ്ടപ്പെട്ട സ്ഥലം കേട്ടോ. ഇത് വെച്ചിട്ട് വെസ്റ്റ് ഹാം യുണൈറ്റഡ് അല്ലേ, അവരിൻ്റെ സ്റ്റേഡിയം കേട്ടോ. ഈ ഫ്രണ്ടിൽ കാണുന്നത് എന്താ ഈ സാധനം ഇവിടെ ഉണ്ടല്ലോ. ഈ കാല് കൊണ്ട് ഇങ്ങനെ ചവിട്ടിയിട്ട് വേണം ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ സ്റ്റേഡിയത്തിൻ്റെ അടുത്താട്ടോ. സ്റ്റേഡിയം പിന്നെ ഇവിടെ എന്തോ റോളർ കോസ്റ്ററിൻ്റെ അങ്ങനെ എന്തോ സംഭവമുണ്ട്. അതെനിക്ക് എന്താണെന്നറിയില്ല. രാത്രി അതുപോലെ ലൈറ്റൊക്കെ കത്തി നിൽക്കുകയാണ് കേട്ടോ ഈ സ്ഥലത്ത്. പ്ലേസ് അടിപൊളിയില്ലേ. ഇതിൻ്റെ അടുത്ത് പിന്നെ BBC-കാരൻ്റെയും അവൻ്റെയൊക്കെ ഓഫീസ് വന്നത്. അടിപൊളി സ്ഥലം കേട്ടോ. അവിടെ എന്തിൻ്റെയൊക്കെ ആഡൊക്കെ കാണിക്കണ്ടേ, എനിക്ക് എന്തിനാണെന്നറിയില്ല. എന്താണ് മോൺസ്റ്റർ ജാമോ അങ്ങനെ എന്തൊക്കെയോ. മോൺസ്റ്റർ ജാം. എനിക്കതൊരു മോൺസ്റ്റർ ട്രക്കിന് എന്തോ എല്ലാ പരിപാടിയൊക്കെ വന്നു കേട്ടോ. കണ്ടല്ലേ, പിന്നെ ഇവിടെ ഫുൾ നല്ല വൈബാട്ടോ. അവിടെ ഒരു ഷോപ്പൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. എനിക്കെന്തായാലും ഈ വഴിയെ പോകണേ. ഈ ബ്രിഡ്ജ് നല്ല ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയോ, ഇത് ഗ്ലാസ്സാണ്. ഈ ബ്രിഡ്ജിൻ്റെ അടിയിലല്ലേ ഗ്ലാസ്സാണ്. അതുണ്ട്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഇതിൻ്റെ അടിയിലൊന്നും ഇരിക്കാറുണ്ട്. നല്ല വൈബാണ്. ഇത് കണ്ടല്ലോ, ഇതൊരു സ്റ്റേഡിയം കേട്ടോ. എനിക്കൊന്നൊരു ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പേര് കോപ്പർ ബോക്സ്. ഇവിടെ ഒരു വലിയൊരു റൺ പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ സാധനം അടിപൊളിയല്ലേ. ഇതിൻ്റെ അപ്പുറത്താട്ടോ എൻ്റെ റെസ്റ്റോറൻറ്റ്. ഈ പാലക്കട തന്നെ എൻ്റെ റെസ്റ്റോറൻ്റ് ആയിട്ടോ. പക്ഷെ പാലത്തിൻ്റെ മുന്നുണ്ടല്ലോ നല്ല വൈബായിട്ടുള്ള പ്ലേസാട്ടോ. സമ്മറായപ്പോൾ എല്ലാവരും പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇവിടെ വരുന്ന സ്ഥലം കേട്ടോ. ഇന്ന് അത്ര തിരക്കില്ല. ലാസ്റ്റ് വീക്കൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ ഇവിടെ. അതുപോലെ ഇപ്പുറത്ത് ഒരു സ്കൂളുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരു ലേക്കുണ്ട് കേട്ടോ. ലേക്കിലിങ്ങനെ ബോട്ടൊക്കെ ആയിട്ട് കുറച്ച് പരിപാടികളുണ്ട്. അതെനിക്ക് എന്താണെന്ന് കറക്റ്റ് അറിയില്ല. ഞാൻ ഇതുവരെ അതൊന്നും വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ല. മീൻസ് വെള്ളത്തിൽ കൂടെ ഓടുന്നത് കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ ഒരു ബാറുണ്ട്. ബാറല്ല, പബ്ബാണ് അത്. ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടാ. എനിക്ക് ഷിഫ്റ്റിന് കയറിയ ടൈമിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവിടെ നല്ല തിരക്കാറോ, നല്ല തിരക്കാണ്. അതുമല്ല ഞാൻ പിന്നെ ആ ഷിഫ്റ്റ് നേരത്തെ അറിയില്ല. എനിക്ക് നല്ല തലവേദന. വീട്ടിലോട്ടുള്ള വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. സോ ഇപ്പം എനിക്ക് ഇന്നെനിക്ക് ട്രാവലിങ്ങിന് ചിലവായത് എത്ര വെച്ചാൽ 3 പൗണ്ടാണ്. പക്ഷെ അത് നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി 10 പൗണ്ടിൻ്റെ കണക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഓയിസ്റ്റർ കാർഡ് റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ലാണ്ട് എനിക്ക് ആകെ ചിലവന്ന ബ്രെഡിന് മാത്രം കേട്ടോ. പിന്നെ ഞാൻ ഗുരുത്താരുന്ന ഫുഡൊക്കെ കഴിച്ച്, അല്ലാണ്ട് ഞാൻ വേറെ ഒന്നും കഴിക്കുകയും ഒന്നും ചെയ്തില്ല കേട്ടോ. സോ ഇപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് നന്നായി സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക. സോ സീ യു നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ.